നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ കനത്ത ആക്രമണത്തെ പ്രതിരോധിക്കാനാകാതെ പലായനം ചെയ്യുകയാണ് ഹമാസിന്റെ പുകൾപെറ്റ തീവ്രവാദ ശക്തികൾ. ഇസ്രായേലിന്റെ കനത്ത ആക്രമണത്തെ പ്രതിരോധിക്കാനാകാതെ പലായനം ചെയ്യുകയാണ് ഹമാസിന്റെ തീവ്രവാദികൾ. ഒടുവിൽ ബങ്കറുകൾക്കുള്ളിലേക്കും ഭൂഗർഭ അറകളിലേക്കും കടൽ വെള്ളം കൂടി കയറ്റിയതോടുകൂടി ചത്തൊടുങ്ങാനാണ് ഹമാസിന്റെ ഭീകരരുടെ വിധി. അതിനിടയിൽ പുതിയൊരു യുദ്ധതന്ത്രം മെനഞ്ഞെടുക്കുകയാണ് ഹമാസ് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അതായത് ഹമാസിന്റെ പക്കൽ ബന്ദികളാക്കിയിരുന്ന നൂറുകണക്കിന് ആളുകളെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും ഇസ്രായേൽ സൈനിക നേതാക്കളും നേരിട്ട് കണ്ടിരുന്നു. ആരോഗ്യനില മെച്ചപ്പെട്ട അവരുമായി ബന്ദികളായിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയടക്കം സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അവർ വ്യക്തമാക്കിയത് ഒരു കാരണവശാലും ബങ്കറുകൾക്കുള്ളിലേക്ക് കടക്കരുത് എന്നാണ്. ഇപ്പോൾ യുദ്ധതന്ത്രം മാറ്റിയ ഹമാസ് ആത്മഹത്യാ സ്ക്വാഡുകളായി മാറിയിരിക്കുന്നു. സ്വയം പൊട്ടിത്തെറിച്ചാലും ഇസ്രായേൽ സൈന്യത്തെ കൂടി കൊലപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ ഹമാസ് കടന്നിരിക്കുന്നു. അതായത് ഇനി വിജയിക്കാനാകില്ല, എന്തായാലും മരണം മുന്നിലെത്തിയിരിക്കുന്നു. ആ മരണം മുന്നിലെത്തിയ സാഹചര്യത്തിൽ മരിക്കുന്നതിന് മുൻപ് ഒരു ഇസ്രായേലി ഭടനെയെങ്കിലും കൊന്നൊടുക്കണം. അതാണ് ഇപ്പോൾ ഹമാസിന്റെ ഏക ലക്ഷ്യം. പരാജയം ഉറപ്പിച്ച ഹമാസിന്റെ തീവ്രവാദികളിൽ ഏറെ പേർ പലായനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. 1000-ലധികം ഹമാസിന്റെ തീവ്രവാദികൾ ഇതിനകം ആയുധം വച്ച IDF-ന് മുന്നിൽ കീഴടങ്ങി എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. എന്നാൽ ഹമാസിനെ തകർക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഇസ്രായേൽ സേന ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമാണ് ബങ്കറുകൾക്കുള്ളിലേക്ക് ഭൂഗർഭ അറകൾക്കുള്ളിലേക്ക് കടൽ വെള്ളം പമ്പ് ചെയ്യുക. ചിലപ്പോൾ അത് ആഴ്ചകളെടുക്കും ഈ ബങ്കറുകൾ മുഴുവൻ കടൽ വെള്ളത്തിൽ നിറയാൻ. എന്നാൽ ഇതിനകം ഈ പുതിയ യുദ്ധതന്ത്രം, ആ തന്ത്രത്തിൽ ഹമാസ് ആകെ പകച്ചു പോയിരിക്കുന്നു. കാരണം ഈ ബങ്കറുകൾക്കുള്ളിൽ സുരക്ഷിതരാണ് എന്നാണ് ഹമാസ് കരുതിയത്. കാരണം ബങ്കറുകൾ 20 വർഷത്തിലധികം എടുത്ത് നിർമ്മിച്ചവയാണ്. അതിനുള്ളിൽ ഒരുപാട് ചുഴികളുണ്ട്, ഒരുപാട് ഒളിയിടങ്ങളുണ്ട്, ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബങ്കറുകളെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത, ഈ ടണലുകളെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ഇസ്രായേൽ സേന ആ ടണലുകളിലേക്ക് കയറിയാൽ സ്വാഭാവികമായും ഹമാസിന് അവരെ ആക്രമിക്കാൻ എളുപ്പമാണ്. ഈ ടണലുകൾക്കുള്ളിൽ പതിയിരിക്കുന്ന അപകടങ്ങളിൽപ്പെട്ട് ഇസ്രായേൽ സേനയ്ക്ക് അപകടം സംഭവിക്കാം. എന്നാൽ അത്തരത്തിലുള്ള ഒരു ആക്രമണ പദ്ധതി ഇസ്രായേൽ ഒരു ഘട്ടത്തിലും പുറത്തെടുത്തില്ല. തുടക്കം മുതൽ ഹമാസിന്റെ ടണലുകളിലേക്കുള്ള തുരങ്ക പാതകൾ, അതായത് ആ ടണലുകളിലേക്കുള്ള എൻട്രി പോയിന്റുകൾ തകർക്കുകയായിരുന്നു ഇസ്രായേൽ സേന ചെയ്തത് കനത്ത ബോംബിങ്ങിലൂടെ. അതായത് ഗാസ മുഴുവൻ കിടുങ്ങുമാറുള്ള 900 കിലോയിലധികം ഭാരമുള്ള ഏറ്റവും അത്യാധുനികമായ ബോംബുകൾ വർഷിച്ചുകൊണ്ട് ഭൂമി കുലുങ്ങുന്ന ആ രീതിയിലുള്ള ആക്രമണമാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തിയത്. ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ടണലുകളുടെ വാതിലുകളുള്ള ഭാഗം തകർക്കുക, അതിനുശേഷം അതുവഴി വിഷവാതകങ്ങൾ കടത്തിവിടുക, അതുവഴി ഡ്രോണുകളിലൂടെയുള്ള ആക്രമണം നടത്തുക, അതുവഴി ബോംബുകളും റോക്കറ്റ് ആക്രമണവും നടത്തുക. അങ്ങനെ ടണലുകളുടെ വലിയൊരു ഭാഗം ഇതിനകം ഇസ്രായേൽ സേന നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് ഏറ്റവും പുതിയ യുദ്ധതന്ത്രമായ കടൽ വെള്ളം കടത്തിവിടാനുള്ള നീക്കത്തിന് ഇസ്രായേൽ സേന തീരുമാനിച്ചത്. അത് ആരംഭിച്ചു കഴിഞ്ഞു. ഇതോടുകൂടി പൊളിഞ്ഞത് ഹമാസിന്റെ വലിയൊരു തന്ത്രമാണ്. ഇസ്രായേൽ സേന ഇപ്പോൾ ബങ്കറുകളിലേക്ക് കടന്നു വരും. ഇസ്രായേൽ സേന കൂട്ടമായി എത്തുമ്പോൾ ബങ്കറുകൾക്കുള്ളിലിട്ട് അവരെ തീർത്തു കളയാമെന്നുള്ള ഹമാസിന്റെ വലിയൊരു തന്ത്രമാണ് പാളിപ്പോയത്. ഈ ബന്ദികളാക്കപ്പെട്ട ആളുകളും ഇസ്രായേൽ സൈന്യത്തോട് പറഞ്ഞത് ഇതേ അനുഭവങ്ങളാണ്. ഈ ബന്ദികളാക്കി കൊണ്ടുവന്ന ആദ്യ ദിവസങ്ങളിൽ ഇവരെ വലിയ കെട്ടിടങ്ങളിലാണ് പാർപ്പിച്ചിരുന്നത്. കണ്ണുകൾ കെട്ടിയിരുന്നു, കണ്ണുകൾ കെട്ടി കൈകൾ ബന്ധിച്ചിരുന്നു. അപ്പോൾ 4 ഭാഗത്തും ബോംബുകൾ വീഴുന്ന ശബ്ദങ്ങൾ ഇവർ കേട്ടു. പിന്നീട് ഇവരെ ടണലുകളിലേക്ക്, ബങ്കറുകളിലേക്ക് മാറ്റി. ഭൂമിക്കടിയിലുള്ള അവിടെ ഇവർക്ക് കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അപ്പോഴും ഈ ഹമാസിന്റെ തന്ത്രങ്ങൾ ഇവർക്ക് മനസ്സിലാകുന്നത് ഇസ്രായേലി സേന വരുമ്പോൾ 4 ഭാഗത്തും ബോംബുകൾ വയ്ക്കുക,
ആ ടണലുകളിലേക്ക് ഇസ്രായേൽ സേന ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബോംബുകൾ സ്ഫോടനം ചെയ്യുക. ഇതോടുകൂടി ടണലുകൾക്കുള്ളിൽ ഇസ്രായേൽ സൈനികർ മരിച്ചു വീഴും എന്നുള്ളതായിരുന്നു ഹമാസിന്റെ തന്ത്രം. എന്നാൽ ആ തന്ത്രത്തിൽ ഇസ്രായേൽ സേന വീണില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഗാസയിൽ ആക്രമണം ഓരോ നിമിഷവും അതിരൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സേന. ജബലിയയിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 360 വിവരങ്ങൾ ലഭിക്കുന്നു. ഏറ്റവും പുതിയതായി വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗാസയിലെ ആക്രമണത്തിൽ മരിച്ചവരുടെ ആകെ എണ്ണം 20,000 എത്തി എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത്, മനുഷ്യാവകാശ സംഘടനകൾ നൽകുന്നത്. 20,000-ത്തിലധികം ആളുകൾ കഴിഞ്ഞ 2.5 മാസക്കാലമായി തുടരുന്ന യുദ്ധത്തിൽ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഹമാസിന്റെ തീവ്രവാദ ശക്തിയിൽ ഒട്ടുമുക്കാലും തകർത്തു കഴിഞ്ഞിരിക്കുന്നു ഇതിനകം. യഹിയ സിൻവാറിനെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടുമെന്ന് തന്നെയാണ് ഇസ്രായേൽ സേനയുടെ പ്രഖ്യാപനം. യഹിയ സിൻവാറിനെ പിടികൂടുന്നത് പ്രധാനമല്ല, മറിച്ച് യഹിയ സിൻവാറിനെ പിടികൂടുക എന്നുള്ളത് ഒരു പ്രതീകം മാത്രമാണ്. അതിനപ്പുറം ഗാസയുടെ മണ്ണിൽ നിന്നും ഹമാസിന്റെ ഭീകരവാദികളെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. അതേസമയം ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. കനത്ത റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ചെറിയ പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇനി ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണവും ശക്തമാക്കാനാണ് ഇസ്രായേൽ സേനയുടെ ലക്ഷ്യം. വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയം UN രക്ഷാ കൗൺസിലിൽ ഉടനെ തന്നെ എത്തും. അതിനു മുൻപ് ഹമാസിന് പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക, ഹമാസിനെ പരമാവധി കൂട്ടക്കുരുതി ചെയ്യുക, ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഒപ്പം ഹിസ്ബുള്ളയും ആക്രമിക്കുക. മെഡിറ്ററേനിയൻ കടലിൽ, ചെങ്കടലിൽ ഇപ്പോൾ ഹൂതി വിമതരുടെ ആക്രമണം ശക്തമാണ്. ഇറാന്റെ സഹായത്തോടു കൂടിയാണ് ഹൂതി വിമതരും ഹിസ്ബുള്ളയും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളത് വ്യക്തവുമാണ്. അതുകൊണ്ട് ചെങ്കടലിലൂടെയുള്ള ഇസ്രായേൽ കപ്പലുകൾ അല്ലെങ്കിൽ യാത്രാ കപ്പലുകളുടെ സഞ്ചാരം ഇപ്പോൾ പരമാവധി ഒഴിവാക്കാനുള്ള നിർദ്ദേശം ഐക്യരാഷ്ട്രസഭ തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും കപ്പലുകളുടെ വലിയ സഞ്ചാരപാതയാണ് ഈ ചെങ്കടൽ. അതുവഴി ഇപ്പോൾ കപ്പലുകളൊന്നും തന്നെ പോകുന്നില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇസ്രായേലിന്റെയോ ഇസ്രായേലുമായി ബന്ധപ്പെട്ടോ ഉള്ള കപ്പലുകൾ മാത്രമായിരിക്കും തങ്ങൾ ആക്രമിക്കുകയെന്ന് ഹൂതി വിമതരും വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷം 2.5 മാസത്തോളം കിടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നൽകാനുള്ള വിവരം മരണം 20,000 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളുടെ പൂർണ്ണമായ നിയന്ത്രണം ഇസ്രായേൽ സേന പിടിച്ചടക്കിയിരിക്കുന്നു. വടക്കൻ ഗാസ പിടിച്ചടക്കിയിരിക്കുന്നു, തെക്കൻ ഗാസ പിടിച്ചടക്കിയിരിക്കുന്നു. ഇനി ഗാസയുടെ മറ്റു ചില ചെറിയ പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ കൂടി യുദ്ധം കനപ്പിക്കുകയാണ് ഇസ്രായേൽ സേന. UN രക്ഷാസമിതിയുടെ ഒരു കടുത്ത നിർദ്ദേശം വരുന്നതിന് തൊട്ടു മുൻപ് പരമാവധി ഹമാസ് തീവ്രവാദികളെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ സേനയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം.